അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തികളും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി നമുക്ക് തീവ്രമായിട്ട് ഇന്ന് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ പ്രവർത്തനത്തിലൂടെ പാപബന്ധനങ്ങൾ, പൈശാചിക ബന്ധനങ്ങൾ, അസ്വസ്ഥതകൾ മുഴുവൻ നമ്മെ വിട്ടുപോകാൻ നമുക്ക് ആഗ്രഹിക്കുകയും കണ്ണീരോടെ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് അച്ഛൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന വലിയൊരു വചനം പരിശുദ്ധാത്മാവിനെ കുറിച്ച് തന്നെയാണ്. പഴയ നിയമത്തിൽ എല്ലാ പ്രവാചകന്മാരെയും നിയന്ത്രിച്ചതും നയിച്ചതും പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തത് ഇതിനൊരു പിന്നിലൊരു ലക്ഷ്യമുണ്ട്. ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ അത് വ്യക്തമായിട്ടത് വെളിപ്പെടുത്തുന്നുണ്ട്. ജെറമ്യ 1-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് എന്തിനാണ് ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നതെന്ന് പറയുന്നുണ്ട്. 1-4 മുതലുള്ള വചനം, കർത്താവ് എന്നോട് അരുളി ചെയ്തു, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. പരിശുദ്ധാത്മാവ് പറയും, ഒരാളെ അങ്ങ് തിരഞ്ഞെടുക്കുകയാണ്. ഒരാളെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ കാര്യകാരണം നമുക്കറിഞ്ഞു, പക്ഷേ ദൈവാരൂപി ഒരാളെ അങ്ങ് തിരഞ്ഞെടുക്കുക. ചില ആളുകൾ ഒറ്റയ്ക്ക് തിരഞ്ഞെടുക്കും. അരൂപിയുടെ പ്രവർത്തനം അങ്ങനെ തിരഞ്ഞെടുപ്പാണത്. പറയുകയാണ്, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. കൊണ്ടോ പരിശുദ്ധാത്മാവ് ഒരു ബാലനായ ജെറമ്യയെ കൊണ്ട് പറയുകയാണ്, ഞാൻ നിന്നെ ജനതകൾക്ക് പ്രവാചകനായി നിയോഗിച്ചു. കൊണ്ട് അവിടെ അരൂപിയാണ് ഇവനെന്ന്. ഇവനൊരു ജെറമ്യ എന്ന് പറഞ്ഞൊരു വ്യക്തി അങ്ങ് നീങ്ങുന്നത് മാത്രം, പക്ഷേ അവനെ മുഴുവൻ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ജെറമ്യ മറുപടി പറഞ്ഞു, ദൈവമായ കർത്താവേ, ഞാൻ കേവലം ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാഠവുമില്ല. കർത്താവ് എന്നോട് അരുളി ചെയ്തു, വെറും ബാലനാണെന്ന് നീ പറയരുത്, വെറും ഒരു ബാലനാണെന്ന് പറയരുത്. ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം, ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം. പരിശുദ്ധാത്മാവ് ആരെ തിരഞ്ഞെടുത്താലും ആ വ്യക്തിയെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. എവിടേക്കോ കൊണ്ടുപോകാനാണ്, എവിടേക്കോ വിട്ട് അവിടെ പോയി ദൈവവചനം പറയാനാണ്. ദൈവം ഒരാൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിനകത്തൊരു പദ്ധതിയുണ്ട്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ദൈവം തിരഞ്ഞെടുത്തതാണ്. ജെറമ്യയെ തിരഞ്ഞെടുത്തതുപോലെ തന്നെ തിരഞ്ഞെടുത്തതാണ്. അപ്പം അതിലൊരു പദ്ധതിയുണ്ട്. അതുകൊണ്ട് ഞാൻ അയക്കുന്നിടത്തേക്ക് പോകണം. കാരണം ഒരു വെറുതെ അല്ല, ഒരു എഴുത്തുകയല്ല. അതായത് നിനക്കൊരു വെറുതെ ഇരിക്കാൻ വേണ്ടിയുള്ളൊരു വിളിയല്ല പ്രവാചക വിളി. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഒരാളെ ഉപയോഗിക്കാൻ പോവാണ്, യൂസ് ചെയ്യാൻ പോവാണ് രക്ഷാകര പദ്ധതിക്ക് വേണ്ടി, ദൈവരാജ്യ പദ്ധതിക്ക് വേണ്ടി. സംസാരിക്കുക പാഠവുമില്ല. കർത്താവ് എന്നോട് അരുളി ചെയ്തു, വെറും ബാലനാണെന്ന് നീ പറയരുത്, ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം. ഞാൻ കൽപ്പിക്കുന്നത് എന്തും സംസാരിക്കണം, ഞാൻ കൽപ്പിക്കുന്നത് എന്തും സംസാരിക്കണം. പലപ്പോഴും അതാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് കൽപ്പിക്കുന്നത് എന്തും പറയണം. നമ്മുടെ സുരക്ഷിതത്വമോ ആളുകൾക്ക് ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടാതിരിക്കുമോ ഒന്നില്ല. അതാണ് അരൂപി നയിക്കുമ്പോൾ അതാണ് അരൂപി അവരോട് സംസാരിക്കും. ഇത് സ്നാപക യോഹന്നാനിൽ നമുക്ക് കാണാൻ പറ്റും. പരിശുദ്ധാത്മാവ് സ്നാപകനെ തിരഞ്ഞെടുക്കുമ്പോഴും അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവനെ അഭിഷേകം ചെയ്യുക. അവിടെ അവരിലേക്ക് പരിശുദ്ധാത്മാവ് നിറയുന്നത് ജനിക്കുമ്പോൾ തന്നെ, അവരുടെ അമ്മയുടെ ഉദരത്തിരിക്കുമ്പോൾ തന്നെയാണ്. പല വിശുദ്ധരുടെ ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ പറ്റും, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവർ നിറഞ്ഞത് അവരവരുടെ അമ്മയുടെ ഉദരത്തിൽ കഴിയുമ്പോൾ തന്നെ. അതുകൊണ്ടൊക്കെയാണ് മാതാപിതാക്കളോട് ജീവിത വിശുദ്ധി പാലിക്കണമെന്ന് സഭ പറയുന്നത്. ശരീരം കൊണ്ട് പാപം ചെയ്യരുതെന്ന് പറയുന്നത് കാരണം അതാ. മനസ്സുകൊണ്ട് പാപം ചെയ്യരുത്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ദൈവം തരുന്ന കുഞ്ഞ് അത് ഉദരത്തിൽ കിടക്കുമ്പോൾ ദൈവാത്മാവ് അവിടെ എത്തി ആ കുഞ്ഞിനെ അഭിഷേകം ചെയ്ത് ഏറ്റെടുക്കണം. അതുകൊണ്ട് വിശുദ്ധിയൊക്കെ പാലിക്കണമെന്ന കാരണം അതാണ്. കുടുംബത്തിൻ്റെ അന്തരീക്ഷം വിശുദ്ധിയുടെ അന്തരീക്ഷമാകണം പറയാൻ കാരണം
അവിടേക്ക് പരിശുദ്ധാത്മാവിന് കയറി വരാൻ വേണ്ടിയാണ്. ദൈവാരൂപി വന്നിട്ട് നിറയാൻ വേണ്ടിയാണ്. ചില വ്യക്തികളിൽ അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തെ ആൾക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ്. ഇവിടെ വചനം പറയുക, ഞാൻ ഐക്യനിർത്തിക്ക് നീ പോകണം, ഞാൻ കൽപ്പിക്കുന്ന എന്തും നീ പറയണം, നീ അവരെ ഭയപ്പെടണ്ട. ശരിക്കും അത് ദൈവവചനം പറയുമ്പോൾ നീ അവരെ ഭയപ്പെടണ്ട, നീ ആരെ പേടിക്കണ്ട. നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്. അതാണ് പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ഒരു അനുഭവം. അതാണ് നിന്റെ രക്ഷയ്ക്ക് നിൻ്റെ കൂടെ ഞാനുണ്ട്.